ഓക്കെ, അപ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. എക്സും വൈനെ സ്പ്ലിറ്റ് ചെയ്ത് എക്സ് ട്രെയിൻ, എക്സ് ടെസ്റ്റ്, വൈ ടെസ്റ്റ് എന്ന വാരിയബിളിലേക്ക് ഈ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് എന്ന ഫംഗ്ഷനിലെ വാല്യൂസ് റിട്ടേൺ ആവും. ഓക്കെ, ഇനി നമുക്ക് മോഡൽ ഇനിഷ്യലൈസ് ചെയ്യാം. ഡിസിഷൻ ട്രീ റിഗ്രഷൻ ഇനിഷ്യലൈസ് ചെയ്തു, ട്രെയിൻ ചെയ്തു. ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് റൺ ചെയ്യാം. അപ്പോൾ എക്സ് ട്രെയിനിൽ നമുക്കൊരു എറർ വന്നിരുന്നു. അത് ഈ ഒരു എക്സ് ട്രെയിൻ, ഈ ഒരു കോഡിനെ നമ്മൾ റൺ ചെയ്യിക്കാതെയോ വിട്ട് കഴിഞ്ഞാൽ ഈ എക്സ് ട്രെയിൻ നോട്ട് ഡിഫൈൻഡ് കാണിക്കും. അപ്പോൾ ഇത് റൺ ചെയ്തതിന് ശേഷം മാത്രം ഇനീഷ്യലൈസേഷൻ ചെയ്യുക. എക്സ് ട്രെയിൻ വൈ ട്രെയിൻ പാസ് ചെയ്യാം. ഓക്കെ, ഫിറ്റിലേക്ക്. അപ്പം എന്താ, ട്രെയിനിങ് നടന്നു കഴിഞ്ഞു. അപ്പോൾ ഡിസിഷൻ ട്രീ റിഗ്രഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു റിഗ്രഷൻ ടൈപ്പ് ഡാറ്റേനെ അങ്ങനെ ഒരു പ്രോബ്ലത്തിനെ എന്ത് ചെയ്തു, ട്രെയിൻ ചെയ്തു. ഓക്കെ, ഇനി എന്താണ്, പ്രിഡിക്ഷൻ ചെയ്യണം അല്ലേ. അപ്പോൾ ഡിസിഷൻ ട്രീ റിഗ്രഷൻ ആണ് ഇവിടെ നമ്മൾ ട്രെയിൻ ചെയ്ത് കിട്ടിയ മോഡൽ. ഈ മോഡൽ ഡോട്ട് പ്രിഡിക്റ്റ് എന്ന ഫംഗ്ഷനിലേക്ക് എക്സ് ടെസ്റ്റ് എന്ന വാല്യൂ നമ്മൾ പാസ് ചെയ്യുന്നത്. ഇങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വൈ പ്രിഡിക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. വൈ പ്രിഡിക്ഷൻ മെഷീൻ പ്രിഡിക്റ്റ് ചെയ്ത വാല്യൂസ്. നമ്മളിത് റൺ ചെയ്യണം. ഇത് ആദ്യം പ്രിഡിക്ഷൻ നടത്തണം, അതിന് ശേഷം ഇത് റൺ ചെയ്യണം. അപ്പോൾ മെഷീൻ പ്രിഡിക്റ്റ് ചെയ്തത് ഇതാണ്. ഓക്കെ, നമ്മുടെ നമുക്ക് വൈ ടെസ്റ്റ് നോക്കാം. വൈ ടെസ്റ്റ് ഏതാ, നമ്മുടെ ആക്ച്വൽ വാല്യൂ. നമ്മൾ വൈ ടെസ്റ്റിൽ നമ്മൾ ഒരു 35% അല്ലെങ്കിൽ 20% ആയിരിക്കുമല്ലോ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കാം. അതായത് എല്ലാം ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ വൈ ടെസ്റ്റ് നമ്മൾ മാറ്റി വെച്ചാൽ 2 വാല്യൂസ് ആയിരുന്നു. അപ്പോൾ അത് 2 ഹൗസിൻ്റെ വാല്യൂസ് ആയിരുന്നു. അപ്പോൾ അത് ഇതാണ്. അപ്പോൾ പ്രിഡിക്ഷൻ എന്താണ്, ഈ വാല്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു മോഡൽ ഇവാലുവേറ്റ് ചെയ്യാം. ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ മീൻ സ്ക്വയർഡ് എററാണ് കാണുന്നത്. വൈ ടെസ്റ്റും വൈ പ്രെഡിക്റ്റും പാസ് ചെയ്തു. ദെൻ R2 സ്കോർ നോക്കി. അപ്പോൾ R2 സ്കോർ ഏകദേശം 84 ഉണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് ഇതൊരു നല്ല മോഡലാണ്, വലിയ കുഴപ്പമില്ലാത്ത മോഡലാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ മീൻ സ്ക്വയർഡ് എറർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എററിനെ സ്ക്വയർ ചെയ്തത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന മീൻ സ്ക്വയർഡ് എറർ ഇത്രയാണ്. ഓക്കെ, അപ്പോൾ മീൻ അബ്സല്യൂട്ട് എറർ എന്തായിരിക്കും നമുക്ക് നോക്കി നോക്കാം. എന്താ, മീൻ അബ്സല്യൂട്ട് എറർ ഈസ് നോട്ട് ഡിഫൈൻഡ്. അപ്പം നമ്മൾ അത് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മൾ മീൻ അബ്സല്യൂട്ട് എറർ ഇമ്പോർട്ട് ചെയ്യണം. മീൻ അബ്സല്യൂട്ട് അത് റൺ ചെയ്യുക. നമുക്ക് MAE എത്ര നോക്കാം. ഇതിന്റെ കറക്റ്റ് എറർ എന്ന് പറയുന്നത് എത്രയാണ്, 20,000 ആണ്. കേട്ടോ, 20,000 ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ മീൻ അബ്സല്യൂട്ട് എറർ മീൻസ് കറക്റ്റ് എറർ, അതിനെ സ്ക്വയർ ചെയ്ത വാല്യൂ ആണ് മീൻ സ്ക്വയർഡ് എറർ. അതായത് ആ ഒരു എററിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് അത് നമ്മൾ ഡബിൾ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ R2 സ്ക്വയറോടെ 84% ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല മോഡലാണെന്ന് നമുക്ക് പറയാം. ഏകദേശം 84% വാരിയൻസ് പറയാൻ ഈ മോഡലിനെ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഇത് ഒരു നല്ല മോഡലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈപ്പ് പ്രോബ്ലം നമുക്ക്